ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹവാത്സല്യമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നോമ്പുകാലത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിച്ച് ധ്യാനിക്കുവാനായി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 39 മുതൽ 46 വരെയുള്ള തിരുവചന ഭാഗം നൽകിയിരിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുന്നത്, ഈശോ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി. ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിനെന്ന്. അതിനുശേഷം ഈശോ കുറച്ചുകൂടെ മുമ്പോട്ട് നീങ്ങിയിട്ട് അവിടെ ആ ഗത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഏദൻ തോട്ടത്തിൽ നിന്ന് നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാര് അനുസരണക്കേട് മൂലം പാപം ചെയ്തപ്പോൾ പിതാവായ ദൈവം അവരെ പുറത്താക്കിയെങ്കിൽ, ഗത്സമേൻ തോട്ടത്തിലേക്ക് ദൈവപുത്രനായ മിശിഹ അനുസരണത്തിലൂടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നാം കാണുകയാണ്. പിതാവായ ദൈവത്തെ അനുസരിച്ച് പൈശാചിക പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് കാണിച്ചു തരികയാണ് ഈശോനാഥൻ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മോടും തിരുസഭ പറയുന്നതും അതുതന്നെയാണ്. പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിനെന്ന്. ഇന്നത്തെ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് ഈശോനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിനെന്ന്. ഈ നോമ്പ് കാലത്ത് പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന്, പിശാചിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടിയും പിശാചിൻ്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടിയും നമ്മെ സഹായിക്കണമേ എന്ന് ആ നല്ല തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.